നമസ്കാരം. കേരളം ഇതാ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 2,267 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 336 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമായി 1,627 വാർഡുകൾ. ഇങ്ങനെ കളമൊരുങ്ങുന്നത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിനായിട്ടാണ്. മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ 1,600 വാർഡുകൾ ഇത്തവണ അധികമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റേസറായി കണക്കാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ ന്യൂസ് മലയാളം ജില്ല തിരിച്ചുള്ള തദ്ദേശ ചിത്രം സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പവർ പഞ്ചായത്തിലൂടെ. എല്ലാ ആഴ്ചയും ഇന്ന് ശനിയാഴ്ചയാണ് പവർ പഞ്ചായത്ത് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പത്തനംതിട്ടയും മലപ്പുറവുമാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. പവർ പഞ്ചായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പവർ പഞ്ചായത്തിൽ നമ്മൾ ആദ്യം തന്നെ പത്തനംതിട്ട ജില്ലയിലേക്കാണ് കടക്കുന്നത്. നിങ്ങൾക്ക് കാണാനാകുന്നുണ്ട്, പത്തനംതിട്ട ജില്ല കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്ന്, കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ശബരിമലയും മാരാമണും പരുമലയും ചേർന്ന ഭൂമിക. ആറന്മുള കണ്ണാടിയാൽ ലോക പ്രശസ്തമാണ് ഈ നാട്. ആറന്മുള കണ്ണാടി പോലെ തെളിമയുള്ളതും വ്യക്തവുമാണ് ജനസഞ്ചയങ്ങളുടെ പത്തനംതിട്ടയുടെ രാഷ്ട്രീയം. പത്തനംതിട്ട ജില്ലയുടെ തദ്ദേശ ചിത്രം ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം തന്നെ മുനിസിപ്പാലിറ്റികളിലേക്ക് കിടക്കാം. പത്തനംതിട്ട ജില്ലയിൽ മുനിസിപ്പാലിറ്റികൾ 4 മുനിസിപ്പാലിറ്റികളാണ് നിങ്ങൾക്ക് അറിയുന്നത് പോലെയുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ 16 എണ്ണം പത്തനംതിട്ട ജില്ലയിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ 53 എണ്ണമാണ്. അപ്പോൾ വലിയൊരു ജില്ലയാണ്. ഇത്രത്തോളം തദ്ദേശ സ്ഥാപനങ്ങളുടെ കിടപ്പ് ഉള്ള ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. UDFന്റെ കോട്ടയായിരുന്ന പത്തനംതിട്ട കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. ജില്ലാ രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് UDFന് നിയമസഭയിലേക്ക് ഒറ്റ സീറ്റ് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കൊഴിഞ്ഞുപോക്കും UDFനെ ക്ഷീണിപ്പിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിൽ നിന്ന് മുൻനിര നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുണ്ടായ ജില്ല കൂടിയാണ് പത്തനംതിട്ട. അതുണ്ടായത് ഈ കഴിഞ്ഞ കാലങ്ങളിലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങളെ തുടർന്ന് മുൻ DCC പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വരെ പാർട്ടി വിട്ടു പോകേണ്ട സാഹചര്യവും പത്തനംതിട്ടയിൽ ഉണ്ടായി. മറ്റൊന്ന്, പത്തനംതിട്ടയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക കിടപ്പാണ്. ക്രൈസ്തവ സമുദായം ജില്ലയിൽ മുന്നണികളുടെ വിജയത്തെ വളരെ ശക്തമായി തീരുമാനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അത് ഓർത്തഡോക്സ്, മാർത്തോമ, മലങ്കര കത്തോലിക്ക സഭ, ജ്ഞാനായ സഭ, ബിലീവേഴ്സ് ചർച്ച് മുതലായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഉൾപ്പെടെ, പൗരസ്ത്യ സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും ഉൾപ്പെടെ വളരെ പ്രബലമായി നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഇവയാണ് ജില്ലയിലെ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സമുദായങ്ങൾ എന്ന് പറയുന്നത്. വിവിധ പെന്തിക്കോസ്ത് വിഭാഗങ്ങളും അവിടെ വലിയ വോട്ട് ബാങ്കായി നിലനിൽക്കുകയാണ്. തിരുവല്ല, ആറന്മുള, കോന്നി, അടൂർ, റാന്നി എന്നിവയാണ് ജില്ലയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഉണ്ടായത് എന്നുള്ളതും വ്യക്തമാണ്. അവിടെ ജയിച്ചത് UDF ആണ്. വലിയ വിജയമാണ് UDFന് തുടർച്ചയായി ഉണ്ടായത്. അതിപ്പോഴും അങ്ങനെ ആവർത്തിക്കുന്നു. 2009 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ശേഷം ഒരിക്കൽ പോലും LDFന് ജയിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണകളിലെല്ലാം പോലെ തന്നെ ആന്റണിക്കൊപ്പം ശക്തമായി തന്നെ ഉറച്ചു നിൽക്കുകയാണ് പത്തനംതിട്ട ജില്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ മുനിസിപ്പാലിറ്റികളുടെ കണക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജില്ലയിൽ മുനിസിപ്പാലിറ്റികൾ 4 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആകെ 2ഇടത്തായിട്ടുള്ള LDFും ഒരിടത്ത് UDFുമാണ് ജയിച്ചിട്ടുള്ളത്. ഒരിടത്ത് BJP ഭരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പന്തളം നഗരസഭയാണ് എന്നുള്ളതാണ്. LDFന്റെ കയ്യിലുള്ള നഗരസഭ എന്ന് പറയുന്നത് തിരുവല്ല നഗരസഭയാണ്. ഒപ്പം തന്നെ UDFന്റെ കയ്യിലുള്ളത് തിരുവല്ല നഗരസഭയാണ്. ഒപ്പം തന്നെ LDFന്റെ കയ്യിൽ പത്തനംതിട്ട, അടൂർ എന്ന് പറയുന്ന 2 നഗരസഭകളും ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പന്തളത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തിരുവല്ല നഗരസഭയിലേക്ക് വരാം. തിരുവല്ലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDF ആണ് ഭരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ UDFന്റെ കയ്യിലുള്ള ഒരേ ഒരു നഗരസഭയാണ്, അവശേഷിക്കുന്ന ഒരേ ഒരു നഗരസഭയാണ് തിരുവല്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. UDF 16 സീറ്റുകളിലാണ് അല്ലെങ്കിൽ 16 ഡിവിഷനുകളിലാണ് അവിടെ ജയിച്ചിരുന്നത്. കോൺഗ്രസിന്
10 അവിടെ മെമ്പർമാരുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 10 കൗൺസിലർമാരുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിന് 6 കൗൺസിലർമാരുണ്ട്. LDF-നെ സംബന്ധിച്ച് അവിടെ 14 ഉണ്ട്. അതായത് UDF-നെ സംബന്ധിച്ച് 16-ഉം LDF-നെ സംബന്ധിച്ച് 16-ഉം ഉണ്ട്. അതായത് 2 സീറ്റുകളുടെ മാത്രം അല്ലെങ്കിൽ 2 ഡിവിഷനുകളുടെ മാത്രം വ്യത്യാസമാണ് അവിടെ നിലനിൽക്കുന്നത്. CPIM-ന് 3, കേരള കോൺഗ്രസ് എമ്മിന് 10 കൗൺസിലർമാരുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇവിടെ 10 ഉണ്ട്. ആ 10 കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തെ സംബന്ധിച്ച് ഇവിടെ 6 ഉണ്ട്. അങ്ങനെ കേരള കോൺഗ്രസുകൾക്ക് മാത്രം ലഭിച്ചിരിക്കുന്നത് 16 സീറ്റുകളാണ് എന്നുള്ളതാണ്. അത് UDF-ന്റെ ഭൂരിപക്ഷത്തോളം വരുന്ന ഒരു സീറ്റുകളാണ്. 2 മുന്നണികളിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരള കോൺഗ്രസുകളുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കണക്കുകൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. LDF-ൽ JDS-ന് ഒരു സീറ്റ് കൂടിയുണ്ട്. നമുക്കറിയാം, തിരുവല്ല നിയമസഭ നിയോജക മണ്ഡലത്തിൽ MLA ആയിരിക്കുന്നത് മാത്യു ടി തോമസ് ആണ്. അത് JDS ആണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. BJPക്ക് 6 സീറ്റുകൾ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. BJP തുടക്കം മുതൽ തന്നെ അവിടെ തിരുവല്ലയുടെ ഒരുപാട് നാളുകളായി തന്നെ BJPക്ക് അവിടെ ഒരു സ്റ്റേബിൾ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പുതുതായി എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പുതുതായി നിയമിതനായിരിക്കുന്ന അനൂപ് ആന്റണി വലിയ രീതിയിൽ കണ്ണുവെക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവല്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവർ SDPI സംബന്ധിച്ച് ഒരു സീറ്റ് അവിടെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലുണ്ട്. സ്വതന്ത്രർ 2 പേരാണ് ഉള്ളത്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് നമുക്ക് വളരെ വേഗത്തിൽ അടുത്ത മണ്ഡലത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജില്ലയിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായിട്ടുള്ള ഒരു നഗരസഭയാണ് തിരുവല്ല എന്നുള്ളത് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാലത്ത് UDF-ന്റെ പൊന്നാപരം കോട്ടയായിരുന്നു. അടുത്ത കാലത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം ശാക്തിക ചേരികളിൽ മാറ്റം വരുത്തി എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. 2 കേരള കോൺഗ്രസുകാർക്കുമായി 16 സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ ചൂണ്ടിക്കാട്ടി. ഏത് മുന്നണി മുനിസിപ്പാലിറ്റി ഭരിച്ചാലും കേരള കോൺഗ്രസുകാർക്ക് നിർണായക റോൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ഈ 10-ഉം LDF-ലെ 10-ഉം UDF-ലെ 6-ഉം ചൂണ്ടിക്കാട്ടുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തെ ചേർത്ത് നിർത്താനുള്ള BJPയുടെ ശ്രമങ്ങളുടെ പരീക്ഷണശാലയായി തിരുവല്ലയെ കാണാനാകും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. കഴിഞ്ഞ തവണ അനൂപ് ആന്റണിക്ക് അവിടെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും അനൂപ് ആന്റണി വലിയ രീതിയിൽ കണ്ണുവെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവല്ല എന്നുള്ളത്. ആ മുനിസിപ്പാലിറ്റിയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ അടുത്ത മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാം. അടുത്തതായി പന്തളമാണ്. സംസ്ഥാനമാകെ വളരെ ഉറ്റുനോക്കുന്ന മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ്, നഗരസഭകളിൽ ഒന്നാണ് പന്തളം. മറ്റൊന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ പാലക്കാടാണ്. BJPക്ക് ഭരണമുള്ള പാലക്കാട്. അപ്പോൾ പാലക്കാട്ടെ ചിത്രങ്ങളെ പറ്റി നമുക്ക് വീണ്ടും പറയാം. പക്ഷേ പന്തളത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ പന്തളത്ത് BJPക്ക് 18 സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെയുള്ള 33 സീറ്റുകളിലാണ് അല്ലെങ്കിൽ 33 വാർഡുകളിലാണ് 18 വാർഡുകളിൽ 18 ഡിവിഷനുകളിൽ BJP ജയിക്കുകയും അവിടെ ഭരണം പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വതന്ത്രർ ഒരാളുണ്ട്. അതായത് 19 വാർഡുകളുടെ അല്ലെങ്കിൽ 19 മെമ്പർമാരുടെ കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തിലാണ് പന്തളം നഗരസഭ BJP ഭരിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് LDF ആണ് അവിടെ പ്രധാന പ്രതിപക്ഷം. 9 സീറ്റുകളാണ് അല്ലെങ്കിൽ 9 വാർഡുകളാണ് അവരുടെ കയ്യിലുള്ളത്. CPIM 8 വാർഡുകളിൽ ജയിച്ചിരിക്കുന്നു. CPI 1 വാർഡിലും ജയിച്ചിരിക്കുന്നു. അങ്ങനെ 9 വാർഡുകളാണ്. UDF-ന് അവിടെ 5 വാർഡുകളിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണ BJP പിടിച്ചിട്ടുണ്ടാവുക UDF-ൽ നിന്നായിരിക്കും, അവിടെ കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന ഒരു കണക്ക് കൂടിയാണ് കഴിഞ്ഞ തവണത്തെ 2020-ലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് 4 സീറ്റുകൾ അവിടെ ജയിക്കാനായി. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തെ സംബന്ധിച്ച് ഒരു സീറ്റാണ്, ജോസഫ് അല്ല ജേക്കബാണ് അവിടെ ജയിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. BJPക്ക് ജില്ലയിൽ ഏറ്റവും അടിത്തറയുള്ള മണ്ഡലമാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, മുനിസിപ്പാലിറ്റിയാണ് പന്തളം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല സമരത്തിന് കാരണമായിട്ട് പന്തളത്ത് നടന്ന NSSന്റെ നാമജപ സംരക്ഷണ യാത്രയാണ് എന്നുള്ളത് നമുക്കറിയാം. അതാണ് പിന്നീട് BJPക്ക് സംസ്ഥാന തലത്തിൽ വലിയ ഊർജം പകർന്നിട്ടുള്ള ഒരു വഴിയൊരുക്കിയത്. പന്തളത്ത് നടന്നിട്ടുള്ള NSSന്റെ ആ നാമജപ ഘോഷയാത്രയാണ്. CPIM-നും ശക്തമായ അടിത്തറ ഈ മണ്ഡലത്തിലുണ്ട്. ഇത്തവണ നഗരസഭാ ഭരണം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം LDF-നുണ്ട്. അതിന് അവർ ഈ കണക്കുകളാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം ശബരിമല പ്രക്ഷോഭവും അതേ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇക്കുറി ഉണ്ടാകില്ല എന്നൊരു വലിയ ആത്മവിശ്വാസം LDF വെച്ച് പുലർത്തുന്നുണ്ട്. UDF-ഉം വലിയ ആത്മവിശ്വാസം തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം
ഇവിടെ നഷ്ടപ്പെട്ടതാണ് ഈ കോളത്തിൽ കിട്ടിയിട്ടുള്ളത്. അതായത് BJP-യുടെ കോളത്തിൽ നഷ്ടപ്പെട്ടത് ഈ നീല കോളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് എന്ന് അവർ ബലമായി വിശ്വസിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കാനാകും ശബരിമല പ്രശ്നമില്ലാത്ത സാഹചര്യത്തിൽ എന്നുള്ളത് അവരുടെ ഒരു പ്രതീക്ഷയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അടൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മുനിസിപ്പാലിറ്റി, 4-ൽ 3-ാമത്തെ മുനിസിപ്പാലിറ്റിയാണ്. ആകെ 28 വാർഡുകളാണ് അടൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് അവിടെ ഉള്ളത്. അവിടെ ഭരണം LDF-നാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതായത് തിരുവല്ല UDF ഭരിക്കുന്നു, പന്തളം BJP ഭരിക്കുന്നു. ഇനി ബാക്കി നിൽക്കുന്നത് 2 എണ്ണമാണ്. അത് അടൂരും പത്തനംതിട്ടയാണ്. അത് രണ്ടും LDF ആണ്. അപ്പോൾ അടൂരിലെ കണക്കുകൾ ഇങ്ങനെയാണ്. LDF-നെ സംബന്ധിച്ച് 14 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ്, അല്ലെങ്കിൽ 14 വാർഡുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവർ ഭരണം നിലനിർത്തുന്നത്. CPIM ആണ് 7 സീറ്റുകളുമായി അല്ലെങ്കിൽ 7 കൗൺസിലർമാരുമായി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ കക്ഷിയായി നിൽക്കുന്നത്. CPIM ഒട്ടും പിറകിലല്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. CPIക്ക് 6 എന്ന് പറയുന്ന ഈ വലിയ ഫിഗർ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അവിടെ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് 1 സീറ്റുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, കേരള കോൺഗ്രസിന്റെ നമ്പർ ചെറുതാണെങ്കിൽ പോലും മധ്യ തിരുവിതാംകൂറിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് LDF-ലേക്ക് വന്നതിൻ്റെ വലിയ ഗുണം ഈ മണ്ഡലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റികളിലെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. UDF-ന് 11 സീറ്റുകളാണ്. 3 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരിക്കുന്നത്. പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള UDF-ന് 11 സീറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ കോൺഗ്രസ് 10 സീറ്റുകൾ നേടിയ 1-ാമത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി നിൽക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചും 1 സീറ്റാണ്. പക്ഷേ അപ്പോഴും കേരള കോൺഗ്രസുകൾക്ക് ശക്തമായ അടിത്തറയുണ്ട് മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. BJP-ക്ക് ആകെ 1 സീറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ 1 വാർഡ് മാത്രമാണ് BJP-യുടെ കയ്യിലുള്ളൂ. സ്വതന്ത്രർ പക്ഷേ 2 പേരുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 സ്വതന്ത്ര പിന്തുണയിലാണ് ഇടതു ഭരണം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അടൂരിനെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. 2 സ്വതന്ത്രരാണ് LDF ഭരണം നിലനിർത്തുന്നതിന് പ്രധാനമായും സഹായകരമാകുന്നത്. പക്ഷേ അവർ ശക്തമായി പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റൊരു മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് അടൂർ എന്നുള്ളത്. അടൂരിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലേക്ക്, അതായത് ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാം. ആകെ 32 വാർഡുകളാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലുള്ളത്. അതിൽ LDF 13 വാർഡുകൾ ഭരണം കൈയാളുകയാണ്. CPIM 11, കേരള കോൺഗ്രസ് M 2 എന്നിങ്ങനെയാണ് അവിടുത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് 13 ഉള്ളത്. UDF-നെ സംബന്ധിച്ച് 13 ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. 13ഉം കോൺഗ്രസ് ആണ് ഉള്ളത്. അതായത് ഒരു ടൈ ആണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ടൈയിൽ നിന്നാണ് അത് ബ്രേക്ക് ചെയ്ത് LDF-ന് ഭരണം പിടിക്കാനായത് എന്നുള്ളത് പ്രേക്ഷകരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർ 6 പേരുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ പത്തനംതിട്ടയുടെ കഴിഞ്ഞ തവണത്തെ 2020-ലെ തദ്ദേശ ചിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതിൽ SDPIക്ക് 3 പേരുണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒപ്പം തന്നെ സ്വതന്ത്രർ 3 പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 6 എന്ന് പറയുന്ന ഒരു ഫിഗർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് 13 വേഴ്സസ് 13 എന്നൊരു ഫിഗർ നിൽക്കുന്നത്. ബലാബലം എന്ന് തന്നെ നമുക്ക് പറയാനാവുന്ന ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് 2 സീറ്റുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് 13ഉം ഒറ്റയ്ക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. മാറിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 മുന്നണികളെയും സംബന്ധിച്ച് LDF-നും UDF-നും ഒരുപോലെ അംഗബലം ഉള്ളപ്പോൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ 3 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ്, അതായത് ഇവിടെ ഈ കിടക്കുന്ന 3 സ്വതന്ത്രർ, അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 32 എന്ന് പറയുന്ന ടോട്ടൽ സ്ട്രെങ്ത്തിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, അതായത് ഭരിക്കുന്നതിനുള്ള പിന്തുണ ലഭിക്കുന്നതിന് LDF-നെ സഹായിച്ചിട്ടുള്ളത് ഈ 3 പേരുടെ പിന്തുണയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിനി പോകുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ കാര്യത്തിലാണ്. ജില്ലാ ഭരണം എങ്ങനെ പോകും എന്നുള്ളത് ആ ജില്ലയുടെ പൊതു രാഷ്ട്രീയമായി നമുക്ക് കാണാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണുകൾ എല്ലാത്തിനും ഒരു വിധത്തിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും പല, അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു വിധത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തുകൾ മറ്റൊരു വിധത്തിൽ, മുനിസിപ്പാലിറ്റി ആകുമ്പോൾ അതിനൊരു നഗര സ്വഭാവം വരുന്നു, ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗ്രാമീണ സ്വഭാവം വരുന്നു, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അത് ജില്ലയുടെ ആകെ ഭരണത്തെ നിർണ്ണയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വിവിധ സ്വഭാവങ്ങൾ ഈ വോട്ടിംഗ് പാറ്റേണുകളിൽ നമ്മൾ പൊതുവിലായി കാണുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ പത്തനംതിട്ടയിൽ ആകെയുള്ളത് 16 ഡിവിഷനുകളാണ്. ജില്ലാ പഞ്ചായത്ത് സ്വാഭാവികമായും ഭരിക്കുന്നത് LDF ആണ്. UDF-ന്റെ കയ്യിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് എന്നുള്ളത് പ്രേക്ഷകർ ഓർക്കണം. 12 ഡിവിഷനുകളുടെ ബലത്തിലാണ്, അതായത് 16-ൽ 12 ഡിവിഷനുകളും LDF-ന് നേടാനായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു
4 മുനിസിപ്പാലിറ്റികൾ ഉണ്ടായിരുന്നതിൽ 2 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നത് LDF-ഉം അതിൽ തന്നെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 3 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് LDF-ന് ഭരിക്കാനാകുന്നത്. പന്തളം BJP-യും അടൂർ CPI-എമ്മും അല്ലെങ്കിൽ LDF-ഉം ഒപ്പം തന്നെ തിരുവല്ല UDF-ഉമാണ്. പക്ഷേ ആ കാണുന്ന ഒരു മിക്സ്ഡ് രാഷ്ട്രീയ ചിത്രം നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുമ്പോൾ കൂടെ വ്യക്തത അതിൽ വരും. ആ മിക്സ്ഡ് രാഷ്ട്രീയ ചിത്രമല്ല ജില്ലാ ഡിവിഷനുകളിലേക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് കഴിഞ്ഞ തവണ പത്തനംതിട്ട വോട്ട് ചെയ്ത് എത്തിച്ചത് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക. അവിടെ 12 എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് CPI-എം അല്ലെങ്കിൽ LDF ഭരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. CPI-എമ്മിനെ സംബന്ധിച്ച് 7 സീറ്റുകളിൽ 7 ഡിവിഷനുകളിൽ അവർക്ക് പത്തനംതിട്ട ജില്ലയിലാകെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. CPI-ക്ക് 2 ഡിവിഷനുകളിലാണ് പത്തനംതിട്ട ജില്ലയിൽ ജയിക്കാൻ സാധിച്ചത്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചും 2 എന്നുള്ളതാണ്. CPI-യും കേരള കോൺഗ്രസും തുല്യമായി നിൽക്കുകയാണ്. പക്ഷേ കേരള കോൺഗ്രസിന്റെ വലിയൊരു ശക്തി കേന്ദ്രമാണ്. ആ വോട്ടുകൾ എത്രത്തോളം LDF-ന് സഹായകരമാകും ആയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. JDS-നെ സംബന്ധിച്ച് 1 അത് സ്വാഭാവികമായും തിരുവല്ല മേഖലയിൽ നിന്നാകാനുള്ള സാഹചര്യവും നിൽക്കുകയാണ്. UDF-നെ സംബന്ധിച്ച് 4 ഡിവിഷനുകളിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായിട്ടുള്ളത്. അത് 4ലും ജയിച്ചത് കോൺഗ്രസ് മാത്രമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ജേക്കബ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ചിത്രം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. LDF-ന് മൃഗീയ ഭൂരിപക്ഷം എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. കേരള കോൺഗ്രസ് കോട്ടകൾ പൊളിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും കോട്ടകളാണ്. ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും വരവ് LDF-ന് തീർച്ചയായും ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഇത്തവണയും LDF പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് പത്തനംതിട്ട എന്നുള്ളതാണ്. നമുക്ക് റിപ്പോർട്ടറിലേക്ക് തത്സമയ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പോകാം. ശ്രീരാജ് ബാബു നമുക്ക് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ശ്രീരാജ്, ഗുഡ് ഈവനിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല, ആ ജില്ലയുടെ ആദ്യഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നമ്മളോട് വിശകലനം ചെയ്തത് നഗരങ്ങൾ എങ്ങനെ ചിന്തിക്കും, മുനിസിപ്പാലിറ്റികൾ, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഏത് വിധത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീരാജ്, ഈ ഡാറ്റകൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള സംശയങ്ങളിൽ ഒന്ന്, പത്തനംതിട്ട ജില്ല പരമ്പരാഗതമായി UDF-ന്റെ കയ്യിലിരിക്കുകയും അത് കുറച്ചു നാളുകൾക്ക് മുൻപ് മാത്രം LDF വലിയ കടന്നുകയറ്റം നടത്തുകയും ചെയ്തിട്ട് ഉള്ള ഒരു ജില്ലയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും സംഭവിച്ചത്? ബിനിൽ, ഗുഡ് ഈവനിങ്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പരമ്പരാഗതമായി UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിനടക്കം വലിയ സ്വാധീനമുള്ള ജില്ലയായിരുന്നു പത്തനംതിട്ട ജില്ല. പക്ഷേ നിലവിൽ മുഴുവൻ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി ഇടത് മുന്നേറ്റം നടന്ന ഒരു ജില്ല കൂടിയായിരുന്നു പത്തനംതിട്ട ജില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണയായിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഇടത് മുന്നേറ്റം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ജില്ലാ പഞ്ചായത്തിലടക്കം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വലിയ സ്വാധീനത്തോടെയാണ് നിലവിൽ ഇടത് ഭരണം ഉള്ളത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ BJPക്ക് തന്നെ പല സ്ഥലങ്ങളിലും മുന്നേറ്റമുള്ള ഇടത്തെല്ലാം തന്നെ ഇക്കുറി ഇടത് ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നത് വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാമെന്നതാണ്. എന്നാൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണയെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം, ആ സ്വാധീനം തിരിച്ചു പിടിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത്. എന്തായാലും തന്നെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ജില്ല കടക്കുമ്പോൾ വലിയ വാശിയും വീറുമാണ് ജില്ലയിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഇടത് ക്യാമ്പിന് എടുത്തു പറയത്തക്ക കാര്യം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ ഇടത് മുന്നേറ്റം തുടരുന്നു എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് അവരുടെ അഭിമാന പ്രശ്നം തന്നെയാണ് ഈ പന്തളം നഗരസഭ എന്ന് പറയുന്നത്. പന്തളം നഗരസഭ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ മുനിസിപ്പാലിറ്റി ആയിരുന്നു പന്തളം മുനിസിപ്പാലിറ്റി. അത് BJP ഭരണത്തിലൂടെയായിരുന്നു പന്തളം മുനിസിപ്പാലിറ്റി വാർത്തകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. CPM-നെ സംബന്ധിച്ച് ഇക്കുറി അവരുടെ അഭിമാന പ്രശ്നമാണ് ഈ പന്തളം നഗരസഭ. ആ നഗരസഭ തിരിച്ചു പിടിച്ചുകൊണ്ട് BJPയെ താഴെ ഇറക്കുക എന്നതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ പോലും
പന്തളം നഗരസഭയിൽ BJP അധികാരത്തിലെത്തിയത് വലിയ ആഘാതമാണ് ജില്ലയിലെ ഇടത് ക്യാമ്പിനുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആഘാതം കോൺഗ്രസിനും ഒരുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പന്തളം നഗരസഭ വ്യക്തമായി ഏതെങ്കിലും പക്ഷത്തിന് ഇടതുപക്ഷത്തിനോ UDFനോ ഒരു സ്വാധീനം നൽകിയിട്ടുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി അല്ല. മാറിയും തിരിഞ്ഞും ഭരണമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് കക്ഷികളും പന്തളം മുനിസിപ്പാലിറ്റിയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പിന്നീട് അടൂർ അടക്കമുള്ള ഇടത് ക്യാമ്പിന് ഇടത് കോട്ടകളെന്ന് പറയത്തക്ക നഗരസഭകളാണ് അടൂർ നഗരസഭ അടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും ഇടതുപക്ഷം വലിയ മുന്നേറ്റം അടൂരിൽ നടത്തുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. മറ്റൊന്ന്, വലിയ ആരോപണങ്ങളും വലിയ വാർത്തകളിലും ഇടം നേടിയ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയാണ്. കോൺഗ്രസ് ആരോപിക്കുന്നത് SDPIയുടെ വ്യക്തമായ പിന്തുണ ഇപ്പോഴും CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി. അവിടെ സ്വതന്ത്രരാണ് ഭരണം നിശ്ചയിക്കുന്നത്, ഭരണം തീരുമാനിക്കുന്നത്. നിലവിൽ 3 സ്വതന്ത്രരുടെയും പിന്തുണ ഇടത് ക്യാമ്പിനാണുള്ളത്, ഇടതുപക്ഷത്തിനാണ് ഉള്ളത്. എങ്കിൽ പോലും ഈ സ്വതന്ത്രരിൽ ഒരാൾ SDPI ആണെന്നും SDPIയുടെ പിന്തുണയോടെയാണ് സ്വതന്ത്രയായി ജയിച്ചതുമെന്നുമാണ് കോൺഗ്രസ് നിലവിൽ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് വളരെ വേഗത്തിൽ തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും എല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. തിരുവല്ലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവിടെ വ്യക്തമായ ഒരു സ്വാധീനം എല്ലാവർക്കും ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരുപോലെ തന്നെ സ്വാധീനം കോൺഗ്രസിനും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ സ്വാധീനം തിരുവല്ലയിലുണ്ട് എന്നതാണ്. അതുതന്നെയാണ് തിരുവല്ലയിൽ ഇടത് ക്യാമ്പിൻ്റെ നട്ടെല്ല് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തിരുവല്ലയും ഇരുകൂട്ടരും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നു. അത്തരത്തിൽ ജില്ലയിലെ ഏത് തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും ഒരുപോലെ പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് പ്രതീക്ഷ വെക്കാനുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷ BJP വെക്കുന്നത് പന്തളത്താണ് എന്നുള്ളതും ഒരു മത്സര ചിത്രം വ്യക്തമാക്കുകയാണ്. ശ്രീരാജ് തുടരുക. നമുക്ക് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും കൂടി പരിശോധിക്കാം. ഒപ്പം തന്നെ അവിടുത്തെ ജനകീയ വിഷയങ്ങളിലേക്ക്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് കൂടി വരാം. നമുക്കിനി ഗ്രാമപഞ്ചായത്ത് ചിത്രങ്ങളിലേക്ക് പോയാൽ 53 ഗ്രാമപഞ്ചായത്തുകളാണ് പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ളത്. LDF അതിൽ 31 ഭരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ചിത്രം. നിങ്ങൾക്ക് കാണാനാകും ഞങ്ങളുടെ XR സ്ക്രീനിൽ. UDFിന്റെ കയ്യിലുള്ളത് 19 പഞ്ചായത്തുകൾ മാത്രമാണ്. BJP സംബന്ധിച്ച് 3 പഞ്ചായത്തുകൾ പത്തനംതിട്ട ജില്ലയിൽ ഭരണത്തിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അല്ലെങ്കിൽ ജില്ലയുടെ ഒരു സ്വഭാവമായി നിങ്ങൾ കാണേണ്ടതാണ്. കവിയൂർ, ചെറുകോൽ, കുളനട ഗ്രാമപഞ്ചായത്തുകളാണ് BJP ഭരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അയിരൂർ, കൊറ്റനാട് പഞ്ചായത്തുകളിലും BJPക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ചിറ്റാർ പഞ്ചായത്തിൽ UDF അംഗം കൂറുമാറി LDFിനൊപ്പം ചേർന്നു. ഒപ്പം തന്നെ CPIMനൊപ്പം ചേർന്ന് പ്രസിഡന്റ് ആവുകയും ചെയ്തു ഈ അംഗം എന്നുള്ളതാണ്. UDF പരാതിയിൽ നടപടിയെടുത്തു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 6 വർഷത്തേക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിലും സവിശേഷമായ മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് CPIMന് ലഭിച്ചു. നേരത്തെ ശ്രീരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2 തവണയും CPIM അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ പക്ഷേ SDPIയുടെ പിന്തുണ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ചിത്രങ്ങളിലേക്ക് വരാം. ജില്ലയിൽ ആകെയുള്ളത് 8 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ LDFിനെ സംബന്ധിച്ച് 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ അവർ ഭരിക്കുകയാണ്. UDFിനെ സംബന്ധിച്ച് 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. 8-ൽ 6-2, അതായത് ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചിത്രം. റാന്നി, പറക്കോട്, പന്തളം, ഇലന്തൂർ, മല്ലപ്പള്ളി, പുളിക്കീട് ഡിവിഷനുകൾ LDF ഭരിക്കുകയാണ്. കോന്നിയിലും കോയപ്പുറത്തും മാത്രമാണ് UDFിന് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീരാജ് ബാബു നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീരാജ്, ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ചിത്രം ഈ വിധത്തിലാണ്. ഇത്തവണത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്ന് ആദ്യം പറയാം.
ബിനിൽ, ജില്ലയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്, നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ വന്യജീവി സംഘർഷമാണ്. നമുക്കറിയാം പത്തനംതിട്ട ജില്ല ഒരു മലയോര ജില്ലയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇത്തരത്തിൽ വന്യജീവി അക്രമങ്ങൾ ഉണ്ടാകുന്ന ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല. പലതരത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും ജനങ്ങളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിൽ ഇപ്പോഴും തുടരേണ്ട ഒരു സാഹചര്യം കൂടി പത്തനംതിട്ട ജില്ലയിലുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയും ഈ ജനങ്ങൾ പൊതുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ വിഷയങ്ങളിലൊന്നും തന്നെ കാര്യമായി ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ വന്യജീവി ആക്രമണങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്ന കൃഷിയടക്കം ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ നശിക്കുന്ന ഒരു ജില്ലയായി പത്തനംതിട്ട ജില്ല മാറിയിട്ടുണ്ടായിരുന്നു. അതിൽ മലയോര മേഖലയിൽ നിന്നാകട്ടെ, അതുപോലെ തന്നെ ഈ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളാകട്ടെ, എല്ലായിടത്തും തന്നെ ഒരുപോലെ ഈ കൃഷിയടക്കം നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നഗരപ്രദേശത്തിലേക്ക് വന്നാൽ കാട്ടുപന്നി ആക്രമണം കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിലൊന്നും തന്നെ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്ന് ആരോപണമുണ്ടാകുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ഇടപെടൽ നടത്തുകയും ഈ കാട്ടുപന്നിയെ അടക്കം വെടിവെക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിൽ ഈ വിഷയം എന്തായാലും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ മലയോര മേഖലകളിലെ മറ്റു പ്രശ്നങ്ങൾ, റബ്ബറിൻ്റെ വിലയടക്കമുള്ള പ്രശ്നങ്ങളും പത്തനംതിട്ട ജില്ലയിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ജില്ലയിൽ പൊതുവെ നോക്കുമ്പോൾ ഈ വന്യജീവി സംഘർഷം തന്നെയാണ് ഏറ്റവും രൂക്ഷമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അത് നഗരപ്രദേശത്തേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. ബിനിൽ, ഓക്കെ, അപ്പോൾ നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. വന്യജീവി ശല്യം അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി പത്തനംതിട്ടയിൽ ആകെ നിൽക്കുകയാണ്. അത് പത്തനംതിട്ടയുടെ മലയോര മേഖലകളിൽ മാത്രമല്ല എന്ന സംശയമുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കാട്ടുപന്നി ഇറങ്ങി ശല്യമുണ്ടാക്കുന്ന, മനുഷ്യനെ ആക്രമിക്കുന്ന, കൃഷി നശിപ്പിച്ച് കളയുന്ന ഒരു പ്രശ്നം പത്തനംതിട്ട ജില്ലയിൽ ആകെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നപ്പോൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ സമഗ്ര രാഷ്ട്രീയ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDF പരമ്പരാഗത കോട്ട പൊളിച്ചാണ് കഴിഞ്ഞ തവണ LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ചത്. അതിന്റെ ആഘാതം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലും മറികടക്കാനായില്ല. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി വീണ്ടും പത്തനംതിട്ട ചിന്തിച്ചു. അങ്ങനെ ഒരു ഒരു മത്സര ചിത്രം അവിടെ കഴിഞ്ഞ പാർലമെന്റ്, തദ്ദേശ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും LDF അനുകൂലമായിരുന്നു. ക്രിസ്ത്യൻ വോട്ടുകളിൽ നിർണായകമായ ജില്ലയിൽ ജനകീയ വിഷയങ്ങൾ ഒരുപാടുണ്ട്. വന്യജീവി ശല്യം മറ്റെല്ലാ ജില്ലകളെയും പോലെ പത്തനംതിട്ടയും ബാധിക്കുന്നുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ ജില്ലയിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയമാകും എന്ന കാര്യം സംശയമില്ലാതെ വ്യക്തമായ കാര്യമാണ്. ഒപ്പം ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് തീർച്ചയായും UDF തുണയാകും. എന്നാൽ വികസന പദ്ധതികളുടെ പേരിൽ ജില്ല നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് LDF വെച്ചു പുലർത്തുന്നത്. ശബരിമല വിഷയത്തെ തുടർന്ന് ഭരണം ലഭിച്ച പന്തളത്ത് BJPക്കുള്ളിൽ ഭിന്നത ശക്തമായി തുടരുന്നു. ചുരുക്കത്തിൽ പത്തനംതിട്ട ജില്ലയുടെ തദ്ദേശ രാഷ്ട്രീയം ചടുലമായി തുടരുകയാണ്. ഇനി മലപ്പുറം ജില്ലയാണ്. ഇടവേളയ്ക്ക് ശേഷം